ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. ഒരു വടക്കൻ പ്രണയപർവ്വം എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ നിലാവ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ചൗര്യപാട്ടം എന്ന് പറഞ്ഞിടത്തിന്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ സരംഗപ്പനി ജാതകം എന്ന് പറഞ്ഞിടത്തിലത്തെ സ്പിരിറ്റ് ഓഫ് സരംഗപ്പനി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ പടത്തിന് ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അതുമാതിരി USA ഇതിന്റെ പ്രീമിയർ അടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ തന്നെ. പിന്നെ ഈ പടത്തിന്റെ 2 days to go പോസ്റ്റർ ഉണ്ട്, ഈ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഉടുമ്പൻ ചോല വിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം, സലാം ബുക്കാരി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പടം എടുക്കുന്നത്. എന്തായാലും ഈ പടത്തിന്റെ പോസ്റ്റർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഫസ്റ്റ് ലുക്ക് എന്നാണ്, മലയാള പടമാണ്. എന്തായാലും ഇതിന്റെ കാസ്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ വായിക്കണമെന്നില്ല, അങ്ങനെ വായിക്കേണ്ടവർക്ക് വായിച്ചു നോക്കാൻ സ്റ്റെക്ക് ആക്കിയിട്ട്. പിന്നെ ശ്രീനാഥ് ബാസി അഭിനയിക്കുന്ന ആസാദി എന്ന് പറഞ്ഞിട്ടുള്ള അവിടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടിട്ടുണ്ട്. നല്ലൊരു പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. പിന്നെ വല്ലമ്മ എന്ന് പറഞ്ഞിട്ടുള്ള പ്രേംജി അഭിനയിക്കുന്ന പടം April 25 റിലീസ് ആകാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ 2 days to go പോസ്റ്റർ വന്നു. പിന്നെ നിറം മാറും ഉലകിൽ എന്ന് പറഞ്ഞിട്ടുള്ള സൺ നെക്സ്റ്റിലൂടെ April 25 OTT റിലീസ് ആവുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ സുമോ എന്ന് പറഞ്ഞിടത്തിന്റെ 2 days to go പോസ്റ്റർ വന്നു. പിന്നെ പടത്തിന്റെ ഒരു സ്നേക്ക് പീക്കും പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ഡോൺ ട്രബിൾ ദ ട്രബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഫഹദ് ഫാസിലും മെയിൻ കഥാപാത്രം എത്തുന്ന പടം, അവിടത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത മാസം എന്ന് വെച്ചാൽ മെയിലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും ആളുടെ ഓടുമുതിര ചാടുമുതിര എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയതാണ്. അപ്പോൾ ഞാൻ അടുത്ത് മിക്കവാറും തന്നെ ആയിരിക്കും. പിന്നെ ലവ്ലി എന്ന് പറഞ്ഞിട്ടുള്ള മാത്യു തോമസ് അഭിനയിക്കുന്ന പടം April 3, 4 റിലീസ് ആയിരുന്നതാണ്. അത് മാറ്റിയിട്ട് May 2 ആക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒഫീഷ്യൽ പോസ്റ്റർ വന്നതാണ് അനൗൺസ്മെന്റ് ആയിട്ട്. ഇപ്പോൾ രണ്ടാമത്തെ ഒരു പോസ്റ്റർ കൂടി വന്നിട്ടുണ്ട്, May 2 റിലീസ് ആവുന്നുള്ള അറിയിച്ചുകൊണ്ട്. പിന്നെ കേസരി ചാപ്റ്റർ 2 എന്ന് പറഞ്ഞിട്ടുള്ള മാധവനും അക്ഷയകുമാറൊക്കെ മെയിൻ കഥാപാത്രം എത്ത പടം. ആ പടം 5 ദിവസം കൊണ്ട് 39.16 കോടിയാണ് നേടിയിട്ടുള്ളത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ സൂര്യ അഭിനയിക്കുന്ന മാമൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം May 16 അതിന്റെ റിലീസ് ഡേറ്റ് എന്നുള്ള ഒരു ഒഫീഷ്യലി കൺഫേം ചെയ്തുകൊണ്ട് പോസ്റ്റർ ഒക്കെ ഇറക്കിയിരുന്നു. ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്. എന്തായാലും ഇതിന്റെ ബിഹൈൻഡ് സീൻ ആയിട്ടുള്ള ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ വെനസ്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിന്റെ സീസൺ 2 വരാൻ പോവാണ്. അപ്പോൾ എൻ്റെ ടീച്ചർ ഇന്നലെ വരും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ടീച്ചർ വന്നിട്ടുണ്ട്. നല്ലൊരു ടീച്ചർ ആയിട്ട് തന്നെ തോന്നി. പ്രത്യേകിച്ച് അതിലത്തെ ഒരു ഫസ്റ്റ് ഒരു പോർഷൻ ഉണ്ട്, ആളെ എയർപോർട്ടിന് കുറച്ച് കത്തിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വെക്കണേ, അത് കുറച്ചുകൂടി സൂപ്പറായി തോന്നി. എന്തായാലും ഇതിന്റെ സീസൺ 2 പാർട്ട് 1 August 6, 2025 പാർട്ട് 2 September 3, 2025 ആയിട്ടാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ റാണി മുഖർജി അഭിനയിക്കുന്ന മർദാനി 3 എന്ന് പറഞ്ഞിട്ടുള്ള February 27, 2026 റിലീസ് ആവുക എന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും ഒരു പുതിയ സ്റ്റില്ല് കിട്ടിയിട്ടുണ്ടായി, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞതിന്റെ ഓഡിയോ ആൻഡ് ട്രെയിലർ ലോഞ്ച് ഇന്നലെ ആയിരുന്നു നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അതിന്റെ ജോക്ക് ബോക്സ് ഒക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. ട്രെയിലർ ഇന്നലെ 5 മണിക്ക് ആറ്റിൽ പുറത്തിറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ട്രെയിലറും പുറത്തിറങ്ങിയിട്ടുണ്ട്. ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് അതിൽ ലാസ്റ്റ് ഇതിലത്തെ ഒരു ചെറിയ ചെക്കൻ വിജയുടെ റെഫറൻസ്, തെരിയിലത്തെ റെഫറൻസ് ആണ്. അതുകൊണ്ടാണ് ഇനി പറ്റിലി ലോഞ്ച് ചെയ്തതെന്നുള്ള അറിയില്ല. എന്തായാലും റെഫറൻസ് വെച്ചിട്ടുണ്ട്. ഗംഭീര സാധനമായിട്ട് തോന്നി. ഞാൻ കുറേ റിപ്പീറ്റ് അടിച്ച് കണ്ട്. പിന്നെ ജാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സണ്ണി ഡിയോൾ അഭിനയിച്ച പടം ഗോപിചന്ദ് മല്ലി തന്നെയാണ് പടം എടുത്തിട്ടുള്ളത്. എന്തായാലും ഈ പടം 102.13 കോടി നേടിയിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന്. പിന്നെ പ്രശാന്ത് നീലും NTR കൂടിയിട്ട് നിന്നിട്ടുള്ള ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. വേറെ നല്ല NTR April 22 NTR നീൽ എന്ന് പറഞ്ഞ പടത്തിൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. എന്തായാലും ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഹിറ്റ് തേർഡ് കേസ് എന്ന് പറഞ്ഞ പടത്തിന്റെ UKയിലത്തെ തിയേറ്റർ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ പടത്തിന്റെ ഡേസ് ടു ഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. പോസ്റ്റർ എല്ലാ പ്രാവശ്യം വന്ന വീഡിയോ ആണ്. പിന്നെ പടത്തിന്റെ 9 days to go പോസ്റ്റർ ഇന്നലെ ഞാൻ കാണിച്ചതാണ്. 10 days to go പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചിട്ടുണ്ടായില്ല. എന്തായാലും ഇപ്പോൾ കാണിക്കുന്നുണ്ട്. പിന്നെ പടത്തിന്റെ പ്രൊമോഷൻ കേരളത്തിൽ വെച്ച് നടന്നിരുന്നു. അപ്പോൾ അതിന്റെ ഇന്റർവ്യൂ ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. കാണാത്തുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇതിന്റെ അപ്ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഇടാവുന്നതാണ് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട്. എന്തായാലും ഈ ഇന്റർവ്യൂവിൽ വെച്ചിട്ട് ഒരാൾ ഒരു സ്റ്റോറി ലൈനെ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് സംഭവം ആൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ വായിച്ച് നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ ആൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നോക്കി നോക്കാൻ പുതിയൊരു ഡയറക്ടറിന് കിട്ടുമെന്നുള്ളതൊക്കെ. പിന്നെ തുടരും എന്ന് പറഞ്ഞതിന്റെ കാനഡയിലത്തെ തിയേറ്റർ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് UKയിലത്തെ നോർത്തേൺ അയർലൻഡിലത്തെയും തിയേറ്റർ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ജർമ്മനിയിലത്തെ തിയേറ്റർ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓസ്ട്രേലിയയിലത്തെ തിയേറ്റർ ലിസ്റ്റും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും ഇതിന്റെ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട് ഇന്നലെ 10 മണി മുതൽ. ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്. എന്തായാലും ബുക്കിംഗ് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 കോടിയുടെ മുകളിലേക്ക് പ്രീ സെയിൽസിലൂടെ മാത്രം നേടാൻ സാധിച്ചിട്ടുണ്ട് പടത്തിന്. പിന്നെ ഓടുമുതിര ചാടുമുതിര എന്ന് പറഞ്ഞിട്ടുള്ള ഫഹദ് ഫാസിലിന്റെ പടം, ആ പടം September 4 റിലീസ് ആവുന്നുള്ളതാണ് കേൾക്കുന്നത്. ഈ വർഷം കൺഫേം ആയിട്ടൊന്നുമില്ല, അവർ കൺഫേം ചെയ്തിട്ടില്ല. എന്തായാലും ഫസ്റ്റ് പോസ്റ്റർ മാത്രമാണ് ഇപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. പിന്നെ കുറേ സ്റ്റിൽസ് ഒക്കെ ആയിരുന്നു, അതൊക്കെ പോട്ടെ. ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് വരുമ്പോൾ ഉറപ്പിക്കാൻ ഏതാണെന്നുള്ളത്. പിന്നെ ഇറ്റലി കടയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ധനുഷിന്റെ പടം, ധനുഷ് ഡയറക്ട് ചെയ്യുന്നതാണ്. ധനുഷ് അഭിനയിക്കുന്നുണ്ട്, നിത്യമേന അഭിനയിക്കുന്നുണ്ട്, അതേമാതിരി അരുൺ വിജയ് അഭിനയിക്കുന്നുണ്ട്. ഇവിടുത്തെ റിലീസ് മാറ്റിച്ചെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ 2 അങ്ങനെ എന്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് റിലീസ് ഡേറ്റ് ഓർമ്മയില്ല. എന്തായാലും ഈ പടത്തിന്റെ ഷൂട്ട് ഇപ്പോൾ നിർത്തിച്ചിരിക്കുകയാണ്. ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ സെറ്റൊക്കെ ഇനി വീണ്ടും ആദ്യം മുതലിട്ടിട്ട് വീണ്ടും തുടങ്ങണം. അപ്പോൾ 20 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇനി വീണ്ടും ഷൂട്ട് തുടങ്ങുക എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും കണ്ടറിയാം എന്താണ്ടാവാൻ പോകുന്നത്. പിന്നെ ആസിഫലിന്റെ സർക്കിട്ട് എന്ന് പറഞ്ഞ പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഈ April 24 7 മണിക്ക് വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇന്ന് 7 മണിക്ക് വരുന്നുള്ളത്. പിന്നെ സൂര്യ റെട്രോ എന്ന് പറഞ്ഞ പടത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ്, തമിഴ്നാട്ടിലുള്ള അഡ്വാൻസ് ബുക്കിംഗ് April 27 4 മണി മുതൽ സ്റ്റാർട്ട് ആവുന്നുള്ളതാണ് കേൾക്കുന്നത്. അത് കേൾക്കണമല്ല, ഒഫീഷ്യലി അവർ കൺഫേം ചെയ്തിട്ടുള്ള തന്നെയാണ്. പിന്നെ പ്രഭാസിനെ വെച്ചിട്ട് സന്ധ്യ പ്രതിഭാഗം എടുക്കുന്ന പടമാണ് സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പടം. അവിടത്തിന്റെ ഷൂട്ടിംഗ് ഒന്നും ഇതുവരെയായിട്ട് തുടങ്ങിയിട്ടില്ല. പക്ഷെ ആ പടത്തിൽ ഇപ്പോൾ ഉണ്ണിമുന്ന ഒരു മെയിൻ റോള് അല്ലെങ്കിൽ ഒരു റോള് ചെയ്യുന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എത്രത്തോളം സത്യമാവുന്നുള്ള കണ്ടന്റ് അറിയണം. പിന്നെ തലപതി ചേട്ടാ ഗില്ലി എന്ന് പറഞ്ഞ പടമാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റീ റിലീസിന് എത്തിയിട്ട് കളക്ഷൻ നേടിയ പടമായിട്ട് പറഞ്ഞു കേൾക്കുന്നത്. പറഞ്ഞു കേൾക്കാന്ന് വെച്ചാൽ
ഒഫീഷ്യലി ഫൈനൽ കളക്ഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ പടം തന്നെയാണ്. ഏകദേശം 35 കോടിയാണ് പടം നേടിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളതൊക്കെ 10 കോടിയുടെ താഴെയൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അതായത് ഈ ഗില്ലി എന്ന് പറഞ്ഞിട്ടുള്ള പടം വീക്കെൻഡ് കഴിയുമ്പോൾ എന്ന് വെച്ചാൽ 2 ദിവസം കഴിയുമ്പോൾ 12 കോടിയാണ് വേൾഡ് വൈഡ് ആയിട്ട് നേടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ തലപതി വിജയുടെ സച്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം റീലീസിന് എത്തിയിട്ടുണ്ട്. അതിൻ്റെ വീക്കെൻഡ് കഴിയുമ്പോൾ എന്ന് വെച്ചാൽ 3 ദിവസം കഴിയുമ്പോൾ 8.25 കോടിയാണ് പടത്തിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴത്തെ കളക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ 11.60 കോടിയാണ് ഏകദേശം 5 ദിവസം കൊണ്ടായിട്ടുള്ളത്. എന്ന് വെച്ചാൽ ആകെ കൂടിയിട്ട് 10 കോടിയുടെ മുകളിലേക്ക് റീലീസിന് എത്തിയ പടങ്ങളിൽ കളക്ഷൻ കിട്ടിയിട്ടുള്ളത് വിജയുടെ പടം മാത്രമേ ഉള്ളൂ. ഒന്നിപ്പോൾ സച്ചിനും പിന്നെ ഗില്ലിയുടെ അത്ര ലെവലിലേക്കൊന്നും എത്താൻ ചാൻസ് ഇല്ല. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല കളക്ഷൻ ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ലൈക്കും ക്ലിക്ക് എടുത്തിട്ട് വീഡിയോ കാണുന്നവരേക്കും ബൈ.